ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാട് തന്നെയായിരുന്നു എന്ന് പറയാം. അന്ന് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് തിയറി കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാട്ടിൽ പോയതാണ്. അപ്പോൾ ആ ഫൈനൽ ടെസ്റ്റിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആർട്ടിയുടെ പാർക്കിംഗ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ആ സമയത്തും അവർ ചിലപ്പോൾ പാരലൽ പാർക്കിംഗ് ചെയ്യാൻ ആവശ്യപ്പെടും. 1 വർഷമായവരുണ്ട്, 3 മാസം കൊണ്ട് കിട്ടിയവരൊക്കെ ഉണ്ട്. അത് നമ്മുടെ അവൈലബിലിറ്റി, നമ്മുടെ സമയം, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കണത്. സ്റ്റിയറിംഗ് കൈ തരണമെങ്കിൽ ഈ ടെസ്റ്റ് പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ അത് എങ്ങനെ മനസ്സിലായത് അവിടെ ഓൾറെഡി ഒരു ഫയൽ ഉണ്ട്? പിന്നെ വരുന്നത് ഇപ്പം നമ്മൾ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിനൊരു UAE-യിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? 360 റേഡിയോയുടെ പുതിയ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ആഴ്ചയിലെയും പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി നമ്മളിനി പോഡ്കാസ്റ്റിലൂടെ വരും. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഗീതുവും അതുപോലെ തന്നെ റാസിയുമാണ്. രണ്ടുപേരും ഈ അടുത്താണ് ലൈസൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലൈസൻസ് എടുക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെയാണ് പോവേണ്ടത്, എത്ര സമയമെടുക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് ഇവരോട് ചോദിക്കാം. ഗീതു, എന്താണ് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ട് നമ്മൾ 3 പേരും തന്നെയാണുള്ളത്. പിന്നെ റാസി നമ്മുടെ സഹപ്രവർത്തകൻ കൂടെയാണ്. ഗീതു, അത് ഗീതുവിന്റെ ലൈസൻസ് ആണ്. ഗീതു ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ എത്രയായി? ലൈസൻസ് കിട്ടിയിട്ട് എനിക്കിപ്പം 1 മാസം ആവുന്നേ ഉള്ളൂ നിസാറേ. പക്ഷേ ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാട് തന്നെയായിരുന്നു എന്ന് പറയാം. ഇതാരെയും നമ്മൾ നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നത്, സമയം എടുക്കുന്നുണ്ട്. പിന്നെ എമിറേറ്റുകൾ അനുസരിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവണത് എമിറേറ്റുകൾ അനുസരിച്ച് ക്ലാസ് കിട്ടാനും ക്ലാസ്സിൻ്റെ എക്സാം കിട്ടാനും ഒക്കെ ഉള്ള സമയത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ ദുബായിൽ നിന്നാണ് എടുത്തത്. എനിക്കൊരു 8 മാസമായിട്ടുണ്ട് ലൈസൻസിൻ്റെ മൊത്തം ഫയൽ ഓപ്പൺ ആക്കി ലൈസൻസ് കിട്ടുന്നവരെ ഒരു 8 മാസം എനിക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ 1 വർഷമായവരുണ്ട്, 3 മാസം കൊണ്ട് കിട്ടിയവരൊക്കെ ഉണ്ട്. അത് നമ്മുടെ അവൈലബിലിറ്റി, നമ്മുടെ സമയം, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കണത്. ഞാൻ ആക്ച്വലി 2019 എൻ്റെ ഫയൽ ഓപ്പൺ ആക്കുന്നത്. 2019 ഓപ്പൺ ആക്കിയ ഫയൽ. അന്ന് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് തിയറി കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാട്ടിൽ പോയതാണ്. പിന്നെ ചെയ്യാൻ ടൈം കിട്ടില്ല, കൊറോണയുടെ കാര്യം. പിന്നെ നാട്ടിൽ തന്നെ ആയിട്ട് പിന്നെ ഞാൻ റീസെൻ്റ്ലിയാണ് വന്നത്. അപ്പോൾ വന്ന് പിന്നെ ഫയൽ ഓപ്പൺ ആക്കാൻ ഞാൻ വിചാരിച്ചാൽ പോയി. ഞാൻ അന്ന് ഓർമ്മയില്ലായിരുന്നു ആക്ച്വലി. പിന്നെ ഞാനത് ഓപ്പൺ ആക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ ആൾക്കാരാണ് പറഞ്ഞത് ഓൾറെഡി ഇങ്ങനെ ഫയലോടെ ഉണ്ട്, അത് റീ ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോൾ അത് എങ്ങനെ മനസ്സിലായത് അവിടെ ഓൾറെഡി ഒരു ഫയൽ ഉണ്ട് എന്നുള്ളത്? അത് ഓൾറെഡി പോലെ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ റാസി ഡീറ്റെയിൽസ് കൊടുത്ത സമയത്ത് പറഞ്ഞാണ് ഞാൻ എൻ്റെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും ഐഡിയും ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ അവിടെ തന്നെ അവരെന്നെ പറഞ്ഞു ഓൾറെഡി ഒരു ഫയൽ ഉണ്ട്, ഇത് റിന്യൂ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. എവിടെ നിന്ന് എടുത്തിരുന്നത്? ഞാൻ ട്രാൻസ്പോർട്ടേഷൻ മറ്റേ പ്രൊഫഷണൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു ഇതിനാണ് എടുത്തത്, അജ്മാനിന്ന്. അപ്പോൾ അജ്മാൻ്റെ ആണ് അണ്ടറിലാണ് വരുന്നത്. അപ്പം അതിൽ ഓൾറെഡി സിസ്റ്റത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റത്തിന് ഓൾറെഡി ഞാനത് കൊടുത്തു. അവർ ജസ്റ്റ് 200 ദിർഹംസ് കൊടുത്തപ്പോൾ റിന്യൂ ആക്കി തന്നു. നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ലൈസൻസിൻ്റെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കുറേയൊക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു പോകും. മാക്സിമം ഒരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമുക്ക് ലൈസൻസ് കിട്ടും. പക്ഷേ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അത് ശരിക്കും എന്തൊക്കെയാണുള്ളത്? അതായത് നിസാറെ, നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ തൊട്ട് തുടങ്ങുന്നതാണ് ആ സ്റ്റെപ്പ്. നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫയൽ ഓപ്പൺ ആക്കുന്നു. ഐ ടെസ്റ്റ് ഉണ്ട്. ഐ ടെസ്റ്റ് കഴിഞ്ഞിട്ട് RTA ഒരു തിയറി ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തിയറി ക്ലാസ് ഉണ്ടോ എന്നറിയില്ല. എന്തായാലും RTA ഒരു തിയറി മോക്ക് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് RTA തിയറി ടെസ്റ്റ് വരുന്നത്. അതായത് സിഗ്നൽസ് എങ്ങനെയാണ്, നമ്മളെങ്ങനെ വണ്ടി ഓടിക്കണം എന്നൊക്കെയുള്ള ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിൽ പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. സ്റ്റിയറിംഗ് കൈ തരണമെങ്കിൽ ഈ ടെസ്റ്റ് പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. ഇത്ര ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ തന്നെ ഒരു അസസ്മെൻറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ റോഡിൽ ഓടിക്കാൻ കോൺഫിഡൻ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആ അസസ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ വീണ്ടും വിടുന്നത് പാർക്കിംഗ് പഠിക്കാനാണ്. പാർക്കിംഗ് പഠിച്ചു കഴിയുമ്പോൾ പാർക്കിങ്ങിൻ്റെ അസസ്മെൻറ്റും ഉണ്ട്. ഈ ഡ്രൈവിംഗ് സ്കൂൾ തന്നെ നടത്തുന്ന ടെസ്റ്റ് ഉണ്ട്. അതിൽ പാസ്സായി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് RTA പാർക്കിംഗ് ടെസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ RTA പാർക്കിംഗ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോഴാണ് RTA റോഡ് ടെസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് കുറച്ച് നാൾ കഴിഞ്ഞു, പാർക്കിംഗ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് 2 ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് റോഡ് ടെസ്റ്റ് ഫൈനലിലേക്ക് വരുന്നത്. പാർക്കിംഗ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റോഡ് ഫൈനൽ, അതായത് ഡ്രൈവിംഗ് സ്കൂളിന്റെ റോഡ് ടെസ്റ്റ് അവർ എടുത്തു തരും. അല്ല, RTA പാർക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് RTA റോഡ് ടെസ്റ്റ് ആണ്. അപ്പം ഈ റോഡ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളിന്റെ റോഡ് ടെസ്റ്റ് നേരത്തെ തന്നെ കഴിയും. ആദ്യമേ തന്നെ കഴിയുന്നത് ഡ്രൈവിംഗ് സ്കൂളിന്റെ അസസ്മെന്റ് ആണ്. റോഡ് ടെസ്റ്റ് കഴിയും. അത് നമ്മൾ കോൺഫിഡന്റ് ആണ്, നന്നായിട്ട് ഓടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ പാർക്കിങ്ങിലേക്ക് വിടുള്ളൂ, പാർക്കിംഗ് പഠിക്കാനായിട്ട്. ആ പാർക്കിങ്ങിൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ അസസ്മെന്റ് ഉണ്ട്, അത് പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് RTA ഡ്രൈവിംഗ്
RTA പാർക്കിംഗ് ടെസ്റ്റ് ഉണ്ട്. RTA പാർക്കിംഗ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടാണ് RTA റോഡ് ടെസ്റ്റിലേക്ക് പോകുന്നത്, ഫൈനൽ ടെസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഫൈനൽ ടെസ്റ്റിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും RTA പാർക്കിംഗ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ആ സമയത്തും അവർ ചിലപ്പോൾ പാരലൽ പാർക്കിംഗ് ചെയ്യാൻ ആവശ്യപ്പെടും, ഗരാജ് പാർക്കിംഗ് ചെയ്യാൻ റോഡ് ടെസ്റ്റിനിടയിലും ചില സമയത്ത് ആവശ്യപ്പെടും. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ആ സമയത്ത് നമ്മൾ പാർക്കിംഗ് ഓൾറെഡി പാസ്സായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് പാർക്കിംഗ് നന്നായിട്ട് ചെയ്യേണ്ടി വരും. പാർക്കിംഗ് നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അറിയാലോ, അത് ചിലപ്പോൾ മേജർ ഫോൾട്ടിലേക്ക് പോകും, ചിലപ്പോൾ മൈനർ ഫോൾട്ടിലേക്ക്. എനിക്ക് ഞാൻ പാസ്സായി എന്നറിഞ്ഞു, എനിക്ക് മെസ്സേജ് വന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാർഡ് കയ്യിൽ കിട്ടി, ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് കയ്യിൽ കിട്ടി. അജ്മാനിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്? അജ്മാനിൽ എങ്ങനെയാ വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫയൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു 2000 അറൗണ്ട് ആണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് തോന്നുന്നു, അത് കൊടുക്കണം. പിന്നെ ഐ ടെസ്റ്റിൻ്റെ ഉണ്ട്, ഒരു 100 തരം അതുണ്ടാവും. പിന്നെ നാട്ടിൽ ലൈസൻസ് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ലേണേഴ്സിൻ്റെ മുമ്പ് നാട്ടിൽ ലൈസൻസ് ഉണ്ടായിരുന്നു, നാട്ടിൽ ലൈസൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ക്ലാസ്സിൻ്റെ എണ്ണം ലൈക്ക് നമ്മൾ ഇത് തമ്മിലുള്ളൊരു എണ്ണം ഉണ്ടാവും, 40 അങ്ങനത്തെ ആണെന്നുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. അത് എടുക്കുന്ന എണ്ണം കുറഞ്ഞിട്ടും. പിന്നെ അതേമാതിരി ആദ്യം ടെസ്റ്റ് ഉണ്ടാവും, ടെസ്റ്റിന് ആദ്യം ക്ലാസ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ടെസ്റ്റ്. അത് പാസ്സായി കഴിഞ്ഞാൽ തിയറി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പാർക്കിംഗ് ആണ്. പാർക്കിംഗ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റോഡാണ്. റോഡും പാസ്സായി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ആക്ച്വലി സിമ്പിൾ ഇവിടെ RTA-യുടെയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെയും ഇല്ല, ഇവിടെ ഒറ്റൊന്നേ വരുന്നുള്ളൂ, RTA മാത്രമേ വരുന്നുള്ളൂ. മറ്റേ അവർക്ക് പ്രത്യേകം ഇതൊന്നുമില്ല. നമുക്ക് ക്ലാസ് എടുക്കുന്നത് അനുസരിച്ചാണ്. വേണമെങ്കിൽ നമുക്ക് കോൺഫിഡൻറ്റ് ആവണ വരെ വേണമെങ്കിൽ കൂടുതൽ ക്ലാസ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇപ്പോൾ എടുത്തത് പാർക്കിങ്ങിന് എടുത്തത് 5 അങ്ങനെയാണ്, 5 ക്ലാസ് അങ്ങനെ, 5 ക്ലാസ് ആണ്. പിന്നെ 1 അവറിൻ്റെ ക്ലാസ് അതെടുത്ത് പിന്നെ റോഡിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു 5ഉം പിന്നത്തെ ഒരു 3ഉം എടുത്തു. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് പൊട്ടുന്ന ഒരു 5, പിന്നെ പൊട്ടിയ ശേഷം 3 കൂടെ എടുത്തു. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ലൈസൻസ് എത്ര സമയം കൊണ്ട് കിട്ടി? ലൈസൻസ് ഞാൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻസ്ട്രക്ടർ അവിടെ പറഞ്ഞായിരുന്നു പാസ് എന്നാണ് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ ഓൾറെഡി പാസ് കാണിച്ചു. പിന്നെ ഇന്നലെയാണ് പാസ്സായപ്പോൾ ഇന്ന് എനിക്ക് സാധനം കിട്ടി. ഒരു ദിവസത്തെ ഗ്യാപ്പിൽ കിട്ടി. സാധാരണ പോലെ അയക്കാണ് ചെയ്യാറ്, ഞാൻ അവിടെ പോയി എടുത്തു. പിന്നെ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത് ഫസ്റ്റ് നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ 2100 എങ്ങനെയാണ് ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് എന്ന് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ തിയറി പാസ്സാണ്. തിയറി പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് കൺഫേം വരും. അത് കൺഫർമേഷൻ ചാർജ് ആണ് റേറ്റ് ഉണ്ടാവും, ഒരു 230 സംതിങ്. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഫാസ്റ്റ് ആക്കണേ വേറെ പൈസ കൊടുക്കണം, അത് വേറെ. അതെല്ലാം നോർമൽ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ഡേറ്റ് നോക്കുക. അത് കഴിഞ്ഞ് അത് പാസ്സായി. നമ്മൾ പാർക്കിംഗ് ആണെങ്കിൽ പാർക്കിംഗ് പാസ്സായി കഴിഞ്ഞാൽ റോഡിലേക്ക് എത്തുമ്പോൾ ഒരു ഡേറ്റ് വരും. ആ ഡേറ്റ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് അതിനൊരു 230 കൊടുക്കണം. പിന്നെ അതേമാതിരി ഇപ്പോൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൻ്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാർക്കിങ്ങിനൊക്കെ ആണെങ്കിൽ ഒരു 1 അവറിൻ്റെ 100 dirhams ആണ് ചാർജ് ആണ്. അപ്പം അതൊരു എണ്ണം നോക്കേണ്ടി വരും റേറ്റ്. പിന്നെ അതേമാതിരി ഇത് റോഡ് പാസ്സായി കഴിഞ്ഞാൽ അപ്പോൾ അത് പേയ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇപ്പോൾ നമ്മൾ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിനൊരു 310, 320 ആ റേറ്റ് ഉണ്ടാവും. അത് കൊടുക്കാതെ സാധനം കൈ കിട്ടുള്ളൂ. പിന്നെ അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ഡേറ്റ് സ്പീഡാക്കിയില്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഡേറ്റിൻ്റെ എക്സ്പയറി കഴിഞ്ഞു പോകും. അപ്പോൾ അത് റിന്യൂ ആക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു 200 സംതിങ് എടുത്ത് പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് പാക്കേജ് ഇല്ലേ? അതിൻ്റെ പാക്കേജ് ഉണ്ടാവും, ബട്ട് പൊതുവെ അങ്ങനെ ഒരു പ്രിഫർ ചെയ്യാറില്ല. എല്ലാവരും പൊതുവെ എടുക്കുക എന്നുള്ളൊരു ഇതിലുണ്ടാവും. മോസ്റ്റ്ലി കിട്ടും, പക്ഷേ അജ്മാൻ പൊതുവെ ഒരു സ്ട്രിക്റ്റ് ആണെന്ന് പറയുമെങ്കിലും പക്ഷേ കിട്ടാറുണ്ട്.